ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. ലാസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്ന നമ്മുടെ പ്ലോട്ട് ക്ലാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ക്ലാൻ വന്നിട്ട് പ്ലോട്ടിനെ റിജക്റ്റ് ചെയ്തില്ല ആ ഒരു ഇതാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന നമ്മുടെ കിമ്മ വന്നിട്ട് റൂം ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ഒരു ഹലോവിൻ പാർട്ടി ഇല്ല, അതൊന്ന് നടക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗെയ് വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾക്ക് നേരെ പ്ലോട്ട് വന്നിട്ട് നിങ്ങൾ ക്ലാനെ കണ്ടോ എന്ന് ചോദിക്കും. ഇല്ല ഞാൻ കണ്ടിട്ടില്ല, എന്താണെന്ന് ചോദിക്കും. ഒന്നുമില്ല. അപ്പോൾ നേരെ കിമ്മ വന്നിട്ട് ഗായ് ഞാൻ മിസ് യു, കുറേ നാളായാലും കണ്ടിട്ട്, സുഖമാണോ നിനക്ക്? സുഖമാണ്. നീ എന്താ വന്നത്? എന്നെ കാണാഞ്ഞിട്ടാണോ? എന്നെ ഭയങ്കര ഇഷ്ടമാഞ്ഞിട്ടാണോ? അങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെയല്ല, എന്നോട് ക്ലാ വന്നിട്ട് അവൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു, അതിന് വേണ്ടി ഞാൻ വന്നതാണ്, ഞാനതൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ പിള്ളേർ പറയാം ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവാന്ന് പറയാം. അപ്പോൾ എന്നോട് വെക്കുമ്പോൾ പറയാം ഇന്ന് വൈകുന്നേരം ഹലോവിൻ പാർട്ടി ഉണ്ട്, മറക്കാതെ നീ വരണം, എല്ലാവരും വരണം, ഓക്കെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പ്ലോട്ട് പറയും മറക്കാതെ ക്ലാനെയും കൂട്ടിയിട്ട് വേണം, ക്ലാനോട് പറയണം. ശരി ഓക്കെ ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ കുറച്ച് നേരം പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ വരും. അവരൊക്കെ വന്നിട്ട് പെർഫാൻ്റെ ഫ്രണ്ട്സില്ല, അവരൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ പറയും എല്ലാവരും മേലെ എന്താ ഡ്രസ്സൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കും. അല്ല ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മേലെ നിന്ന് ചെയ്തുകൊണ്ട് ഡ്രസ് കോഡല്ലേ. ശരി ഓക്കെ മേലെ പോകും, മേലെ തന്നെ ഉണ്ട് എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ജെയ്സിൻ്റെ ഫ്രണ്ട്സിലെ അവർ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും റെഡി ആയിട്ടില്ല ചോദിച്ചു. ഇല്ല ഞങ്ങളൊക്കെ ഇതാ റെഡി ആവാൻ പോവാണ്. ഓക്കെ മറക്കണ്ട, എല്ലാവരും നല്ലൊരു ഗോസ്റ്റ് സ്റ്റോറി പറയണം, ഭയങ്കര ടെറിഫയിങ് ആയിട്ട് പേടിപ്പിക്കുന്ന പോലത്തെ നല്ല സ്റ്റോറി പറയണം, എല്ലാവരും റെഡിയല്ല. ശരി ഓക്കെ എന്നാൽ ഞങ്ങൾ മേലെ ഉണ്ടാവും. ശരി ഓക്കെ. അങ്ങനെ പോകുമ്പോൾ തന്നെ അവിടുത്തെ മെയ്ഡ് വരുന്നുണ്ട്. ആ മെയ്ഡ് വന്നിട്ട് ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ ചോദിക്കണം. അപ്പോൾ കിം ചോദിക്കും എന്താണ് സംഭവം? ഇല്ല ഞാൻ കുഞ്ഞിനോട് വന്നിട്ട് എനിക്കൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരുന്നു, നീ കുഞ്ഞിനെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പം തന്നെ നേരെ കുഞ്ഞും പെർഫാനും തീയും തുന്നും എല്ലാവരും കൂടെ കയറി വരും. അവൻ്റെ ഡ്രസ്സൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഗോസ്റ്റ് പാർട്ടി സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അവിടേക്ക് പുസി വരുന്നുണ്ട്, കിം വരുന്നുണ്ട്, ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. അവിടെ ആവപ്പെടാം കേൾക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറി പൊളിക്കുകയാണ്. ഹാലോവിൻ പാർട്ടിയല്ല, അപ്പോൾ ഒരു പെയിൻ്റ് അറ്റ്മോസ്ഫിയർ, ഒരു ടെറിഫയിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ കൊണ്ടുവരാനുള്ള ട്രയലാണ്. അപ്പോൾ എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്ത് വിയേർഡായിട്ട് ഓരോരുത്തർ ഓരോ മൂലയ്ക്ക് നിന്ന് ഫോട്ടോസ് എടുക്കുക, സെൽഫി എടുക്കുക, വർത്താനം പറയുക, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുസി പറയുന്നത് ശരി ഓക്കെ നമുക്ക് സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്താലോ? ശരി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അപ്പോൾ നേരെ ഫസ്റ്റ് നമ്മുടെ പെർഫാനാണ് വരുന്നത്. ഞാൻ സ്റ്റോറി പറയട്ടെ എന്ന് ചോദിക്കാം. ശരി ഓക്കെ പറയാമെന്ന്. അപ്പോൾ അവർ വന്നിട്ടൊരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു അറ്റൻഡൻ്റ് അവരെ വൈഫ് തട്ടിപ്പോയ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ജേസൺ പറയും എടീ നീ എന്നെ പീഡിപ്പിക്കുകയാണോ? എനിക്ക് നാളെ കാലത്ത് 7 മണിക്ക് ഫ്ലൈറ്റിലാണ്, നീ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാക്കരുത്. നീ ഇപ്പോൾ ആ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള കുഴപ്പമൊന്നുമില്ലടാ, അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ നിനക്ക് എന്താ പറയുക, പൂടിക്ക് പിശാശയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നേരത്തെ അടുത്ത് ജേസൺ പറയാൻ തുടങ്ങി. ശരി ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കഥ പറയാമെന്ന്. ശരി ഓക്കെ എന്താണ്? അപ്പോൾ അവൻ വന്നിട്ട് എന്ത് കഥ പറയുന്നത് വെച്ചാൽ അവനൊരു റൂം റെൻറ്റിന് പോയിരുന്നു. അപ്പോൾ ആ റെൻറ്റിന് പോയ സ്ഥലത്ത് നടന്നൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ആ സ്റ്റോറി കേട്ട് കുറേ പേര് കരയുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അപ്പോൾ പുസി പറയും നിർത്ത്, നമുക്ക് ഈ സ്റ്റോറിയേ വേണ്ട, അതിന് വരെ നമുക്ക് കളി തുടങ്ങാം, ഇതാണ് നല്ലത്. വെറുതെ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ഈ പേയ്ക്ക് അതൊക്കെ പറഞ്ഞ് ഉറക്കം കളയുന്നത്, നമുക്ക് നമ്മുടെ സേഫ്റ്റി അല്ല ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിക്കാം. ശരി ഓക്കെ അത് മതി എന്ന് പറഞ്ഞാൽ നേരെ എല്ലാവരും ഹാളിലോട്ട് പോകണം. അപ്പോൾ അവിടെ പുസി മാത്രം ഉണ്ടാവില്ല, കിമ്മും മെയ്ഡ് വരുന്നിട്ട് പറയും ഓക്കെ എല്ലാവരും ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്ന് നല്ല കുട്ടികളാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിച്ചാലും. ശരി ഓക്കെ. അപ്പോൾ പുസി എവിടെയാണ്? പുസി നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഡ്രിങ്ക് ഒരു മിക്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തിന്? ട്രൂത്ത് ഓർ ഡെയറിൽ ട്രൂത്ത് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, ഇല്ല ഡയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രിങ്ക് കുടിക്കണം എന്ന് പറയുന്നു. അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ കുറച്ച് കഷ്ടമായിട്ടുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും ട്രൂത്ത് തന്നെ ചൂസ് ചെയ്ത് നിൽക്കുന്നു, നോക്കാമല്ലോ അങ്ങനെ പറയാം. അപ്പോൾ ഫസ്റ്റ് ആരെന്ന് വെച്ചാൽ കുഞ്ഞിനെയാണ് ചൂസ് ചെയ്യുന്നത്. കുഞ്ഞിനോട് ചോദിക്കും ട്രൂത്താണോ ഡയറാണോ ചോദിക്കും. കുഞ്ഞു പറയും ഡ്രിങ്ക് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ ഞാൻ ട്രൂത്ത് പറയുന്നതല്ലേ, ശരി പറ ചോദിക്കുകയെന്ന് പറയും. അപ്പോൾ നീ സിംഗിളാണോ അല്ലയോ, നിൻ്റെ മനസ്സ് തൊട്ട് പറ, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, എന്താ ഏതാന്ന് ചോദിക്കും. അപ്പം പറയും എനിക്ക് തന്നെ അറിയില്ല എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞാനൊരു സിംഗിളാണെന്ന്. പക്ഷേ സംടൈംസ് തോന്നും ഞാൻ ഏദൻ തോട്ടത്തിലെ ആപ്പിളിനെ പോലെയാണ് കാണുന്നത് എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിനെ, മനസ്സിലുള്ള ആളെ. എനിക്ക് അതെങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് എൻ്റേതാണ്, പക്ഷേ എൻ്റേതല്ല. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമാണ് എനിക്ക് സാധിക്കുന്നതെന്ന് പറയും. നല്ല റൊമാൻറ്റിക് ആണെന്ന് പറയും. അങ്ങനെ പറയും. ശരി ഇത് വാലൻറ്റൈൻസ് എപ്പിസോഡല്ല, ഇത് ഹലോവിൻ എപ്പിസോഡാണ്, പക്ഷേ നിങ്ങളെന്താ ഇങ്ങനെ വാലൻറ്റൈൻസ് സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി ഓക്കെ നെക്സ്റ്റ് ആളടുത്ത് പോകാമെന്ന് പറയുമ്പോൾ നേരെ ചൂസ് ചെയ്യുന്നത് പ്രിന്നാണ്. പ്രിന്നോട് ചോദിക്കും പ്രിൻ ട്രൂത്തോ ഡെയറാണ്? എനിക്കും ബെറ്റർ ട്രൂത്താന്ന് തോന്നുന്നു, നിങ്ങൾ ചോദിക്കുകയെന്ന് പറയും. അപ്പോൾ ഓക്കെ നമുക്ക് ട്രൂത്ത്. പ്രിൻ നിന്നോട് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നീ ആണിനെയാണോ പെണ്ണിനെയാണോ സ്നേഹിക്കുന്നത്? അല്ല നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? നിന്നെ ലവിനെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം പ്രിൻ പറയും എനിക്കങ്ങനെ ആണ് പെണ്ണെന്നൊന്നുമില്ല, ഞാൻ ഒരാളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് പറയും ഇതാണ് എൻ്റെ ആളെന്ന്. അപ്പം ഞാൻ വന്നിട്ട് ജെൻഡറൊന്നും ഞാൻ നോക്കില്ല, എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ അവരെ പ്രപ്പോസ് ചെയ്യും, അവരെ കൂടെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാകും എന്ന് പറയും. ശരി വാട്ട് എ ഗുഡ് ആൻസർ അങ്ങനെ പറയും. അങ്ങനെ ഓക്കെ അടുത്ത ആരെ ചൂസ് ചെയ്യേണ്ടത് നോക്കുമ്പോൾ നേരെ ഗെയിനെയാണ് ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ ആരോ ചോദ്യം ചോദിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലോട്ട് പറയും ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടെന്ന് പറയും. ശരി ഓക്കെ എന്നാ ചോദ്യം ട്രൂത്ത് ഓർ ഡെയർ ആണോ ചോദിക്കും. ഫസ്റ്റ് ട്രൂത്ത് ചൂസ് ചെയ്യും. എല്ലാവർക്കും ആ ഡ്രിങ്ക് കുടിക്കാൻ ഭയങ്കര പേടിയാണേ. അതുകൊണ്ട് നേരെ ട്രൂത്ത് തന്നെ ചൂസ് ചെയ്യുന്നത്. ശരി ഓക്കെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ക്ലാ എന്തിനാ എന്നെ റിജക്റ്റ് ചെയ്തത്, ക്ലാ എന്തുകൊണ്ട് ഇവിടെ വരാത്തത്, എന്ത് പറ്റി, ക്ലാ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത്, എന്തുകൊണ്ട് എന്നെ ഫേസ് ചെയ്യാത്തത്, അങ്ങനെ നിറയെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ കമ്മി പറയും ഗായ് നിനക്ക് ഞങ്ങൾ ഒരു ചാൻസും കൂടെ തരാം, നീ വന്നിട്ട് ട്രൂത്ത് ഓർ ഡെയർ ചൂസ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ പ്ലോട്ട് പറയും അത് പറ്റില്ല, അവർ ഓൾറെഡി ട്രൂത്ത് ഒന്നും പറഞ്ഞല്ല, അതുകൊണ്ട് എന്തായാലും ട്രൂത്തേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നീ പറയാന്ന് പറയും. അപ്പോൾ ഗേ പറയും ശരി ഓക്കെ ഞാൻ അതിനുള്ള ആൻസർ പറയാം. ക്ലാക്ക് കുറച്ച് സമയം വേണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നീ യൂണിവേഴ്സിറ്റിയിൽ കൂടെ പോയിട്ടില്ല, നീ ഇനി സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. ലവ് എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, ലവിൻ്റെ വേർഡ് എന്ന് പറയുന്ന മീനിങ് പോലും അറിയില്ല. നീ ലോകത്തെ കാണുന്ന രീതി വേറെയാണ്. നീ കുറച്ച് വലുതാകുമ്പോൾ നിനക്ക് വേൾഡ് വേറെ പോലെ ഉണ്ടാകും. അപ്പം നിൻ്റെ കരിയർ വേറെ ആയിരിക്കും. ഈ ലവ് കൊണ്ട് നിൻ്റെ ലൈഫ് വേസ്റ്റ് ആവരുത്. നീ ചെറിയ കുട്ടിയാണ്. അങ്ങനെയൊക്കെയാണ് ക്ലാ പറയുന്നത്. നിനക്ക് ലൈഫിനെ കുറിച്ചുള്ള ഇനിയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ആ ക്ലാരിറ്റി വരുമ്പോൾ നിനക്ക് തോന്നി ഇതൊക്കെ ഇൻഫാക്ച്വേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയുന്നുണ്ട്. അവൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുള്ള ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ പ്ലോട്ട് പറയും ഇതിനേക്കാളും ബെറ്റർ ക്ലാ എന്നെ റിജക്റ്റ് ചെയ്യായിരുന്നു. എനിക്കതുകൊണ്ട് കുറച്ച് സമാധാനം തരും. ഇത് എങ്ങനെ ക്ലാ എങ്ങനെ പറയാം, എനിക്ക് വന്നിട്ട് ലവിൻ്റെ മീനിങ് അറിയില്ലെന്ന് എങ്ങനെ ക്ലാ പറയാം, എനിക്ക് എൻ്റെ കരിയർ എങ്ങനെ ലവ് കാരണം പോകുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പ്രിന്നു പറയും സോറി എൻ്റെ അനിയനക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല, സോറി അവൻ എന്തോ ഒരു ഇതിലാണുള്ളത്, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ പറയും. ഇല്ല സാരമില്ല എന്ന് പറയും. അപ്പോൾ തെയ്യ് പറയും ശരി ഓക്കെ നീ നിൻ്റെ ബ്രദറിൻ്റെ പിന്നാലെ പോകുമെന്ന് പറയും. അപ്പോൾ പ്രിന്നു അവിടെ നിന്ന് എണീച്ച് ഓടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടത്, ഗെയിം കളിക്കണോ, ട്രൂത്ത് ഓർ ഡെയർ കളിക്കണോ, അല്ല പാർട്ടി ഓവർ ആക്കണോ. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി മൂഡ് അപ്സെറ്റ് ആവില്ല. പിന്നെ ആവശ്യമില്ല പാർട്ടി ഓവർ എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് പിരിച്ച് പോവുകയാണ്. അപ്പം നമ്മുടെ ഗേ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കിമ്മി ചോദിക്കും അല്ല നീ എന്താ വീട്ടിലോട്ട് പോകുന്നില്ല, ഇല്ല എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ, ഇല്ല ഞാനും വീട്ടിലോട്ട് പോവുകയാണെന്ന് പറയും. അങ്ങനെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ ബൈ.